ഈ ചിക്കൻ കറിയുടെ കളർ കണ്ടിട്ടിരിക്കുകയാണ് ഇംഗ്ലീഷുകാര് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ്. നമ്മുടെ വീഡിയോ ഇവിടെ വന്നപ്പോൾ നോയലും ടീമുകളും കാണുന്നു, സാറയൊക്കെ കാണുന്നു. ഞങ്ങളങ്ങനെ സ്കൂളിൽ പോയി സ്കൂളിൽ നിന്ന് റൂബനെ വിളിച്ച് കൊണ്ടുപോകാം. നമസ്കാരം, കൈപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളുടെ ഇംഗ്ലീഷുകാർ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ട്രീറ്റ് കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് പറയുന്നു. 5 നൈറ്റ് ഡ്യൂട്ടിയാണ്, 5 കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച് ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ചിക്കനൊക്കെ മേടിച്ചിട്ട് ചിക്കനൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. 5 എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകി സെറ്റാക്കി വെക്കണം. സാധനം ഓൾറെഡി മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പരിപാടി തുടങ്ങുകയാണ്. ചിക്കനൊക്കെ ഇത് കഴുകി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് 5 എഴുന്നേറ്റ് 5 മണി ക്യാമറ എടുക്കുന്നത്. കൃത്യസമയത്തെല്ലാം നമ്മൾ ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് ഉപകാരമായി. എല്ലാം ചെയ്തു വെച്ചത്, ആകെ ചിക്കൻ വെട്ടി വെച്ചതാണ് ഉപകാരം ചെയ്തത്. ഇനി എല്ലാം ഞാൻ ഒന്നേന്ന് ചെയ്യണം. തിരുമ്മി വെക്കാം, നമുക്കൊന്ന് തിരുമ്മി വെക്കാനേ. ആദ്യം ഞാൻ ഉപ്പിട്ടു, കുറച്ച് കുരുമുളക് ഇട്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, മുളക് പൊടി. കിച്ചണിലെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ അഞ്ചൂര് കൈമാറിയിട്ട് ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോവുകയാണ്. ആ ഭാരിച്ച ഉത്തരവാദിത്വം ഞാൻ നിനക്ക് കൈമാറുന്നു. പോയിട്ടരാ. റൂബൻ സ്കൂളിൽ ഉണ്ടാക്കിയതാണത്. നൈസ്. ഞങ്ങളന്നേരം സ്കൂളിൽ പോയി സ്കൂളിൽ നിന്ന് റൂബനെ വിളിച്ച് കൊണ്ടുപോവാണ്, വീട്ടിൽ പോവാണ്. ഒരാൾ വന്നപ്പോഴേ അമ്മയെ കൊണ്ട് കാണിക്കുകയാണ്. ആരുണ്ടാക്കി? രാമനുണ്ടാക്കി. പക്ഷെ ഇന്നത്തോടു കൂടി ഇംഗ്ലീഷുകാര് ഇന്ത്യൻ ഫുഡിനോടുള്ള പ്രേമം ഉപേക്ഷിക്കും. നമ്മുടെ ബിരിയാണി കഴിക്കുമ്പോൾ ബിരിയാണി എല്ലാം നെയ്ച്ചോറും ചിക്കൻ്റെ ഒക്കെ കളർ അവര് പറഞ്ഞ സ്പൈസി അത്രയ്ക്ക് വേണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ ചിക്കൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കാം. 5 റിലാക്സ് ചെയ്ത് കുക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങള് സവാള വറുക്കുകയാണ്. ഇത് ആദ്യം വറുത്ത് മാറ്റിയിട്ട് വേണം ഇതിന് ഈ എണ്ണയിൽ തന്നെ ചിക്കനെ പതിയെ ഒന്ന് വറുത്തെടുത്ത് ബാക്കി വേഗം കറി ഉണ്ടാക്കാൻ. 5:30 എന്നുള്ളത് 7 മണിക്ക് അവരോട് ഊട്ടി കഴിഞ്ഞ് പോകുമ്പോഴേക്കും കൊടുക്കായിരിക്കും. പാഴ്സൽ കൊടുക്കാം. നമുക്ക് നാരങ്ങ മേടിക്കാൻ വന്നതാണ്. നമ്മുടെ ഏരിയ ആണ് ഇത്, ചെറിയ ഗ്രൗണ്ടാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് അടുത്തിടയ്ക്ക്. ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഉള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ വറക്കുകയാണ്. നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് വഴറ്റെടുക്കും കറി ഉണ്ടാക്കാൻ വേണ്ടി. അതിലേക്ക് കുറച്ച് കറിവേപ്പട്ട, ഗ്രാമ്പു, ഏലക്ക. സവാള നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. സവാള ഒന്ന് വേണ്ടപ്പോഴത്തേന് അതിലേക്ക് നമ്മുടെ ചതച്ച ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. ഇനി കുറച്ച് തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഈ ചിക്കൻ കറിയുടെ കളർ കണ്ടിട്ടിരിക്കുകയാണ് ഇംഗ്ലീഷുകാര് സാഷ്ടാംഗം പ്രണമിക്കും. കളറിലല്ലല്ലോ കാര്യം. എരിവുണ്ടായിരുന്ന മതി, അത്രേ ഉള്ളൂ. എരിവൊന്നും എനിക്കിതിന് എരിവൊന്നും തോന്നുന്ന പോലും ഇല്ല. എരിവുള്ളതായിട്ട് തോന്നുന്നു. നമ്മള് എരിവ് വളരെ കുറച്ചായിട്ടേക്കണം മുളകൊക്കെ. എനിക്ക് വെളുത്തിരിക്കുന്ന
വെളുത്തിട്ടൊന്നുമല്ല, അത് കളർ ഇതെല്ലാം വരുമ്പോൾ തന്നെ സെറ്റാവും. ചിക്കനിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ്. സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് അരി ഇട്ട് അരി അല്ല, നമ്മൾ നേരത്തെ ഒരു കഴുകി 10 മിനിറ്റ് കുതിർത്ത് കഴുകി വാരി വെള്ളം തോരാൻ വെച്ച് 4.5 ഗ്ലാസ് അരി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 7.5 ഗ്ലാസ് വെള്ളം. 1.5 ഗ്ലാസ് വെള്ളം. വെള്ളം തിളച്ച വെള്ളമാണ്. നമ്മൾ വറുത്ത് വെച്ച സവാള ഇല്ലേ, അതിൽ നിന്ന് ഒരു പിടി ആ വെള്ളത്തിൽ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഉപ്പ് ആവശ്യത്തിന്. വെള്ളത്തിൽ ഉപ്പ് ഇത്തിരി മുന്നേ നിൽക്കണ ഭാഗത്തിനിടണം, എന്നാൽ ആ റൈസ് ഇട്ട് കറക്റ്റ് പിടിക്കത്തുള്ളൂ. നാരങ്ങയുടെ നീര് ഇച്ചിരി ഇളക്കി അത് മൂടി വെക്കുക. വെള്ളം പറ്റുന്ന പോലെ. വെള്ളം തിളച്ച് കഴിയുമ്പോ മീഡിയം ഫ്ലെയിമിട്ട് മാറ്റിയിട്ട് മൂടി വെച്ചു. എരി കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് എരി കുറയ്ക്കാനല്ല, ഇനി ഒട്ടും സങ്കടപ്പെടണ്ടല്ലോ എന്ന് ഓർത്ത് ഇത്തിരി കാഷ്യൂ അരച്ചത് അതിലേക്ക് ചേർക്കുകയാണ്. അത് കുഴപ്പമില്ല, ഇച്ചിരി അരിഞ്ഞല്ലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. കുരുമുളക് അരഞ്ഞ പാത്രമാണ് കാഷ്യൂ അരച്ചിട്ട്. ഇതുകൊണ്ട് നമ്മളൊരു പ്രതികാരം ചെയ്യണം. ഇംഗ്ലീഷുകാരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം. നേരത്തെ പറഞ്ഞാൽ ഞാൻ പ്രതികാരത്തിന് നല്ല അന്തസ്സായിട്ടായിരുന്നു ഞാൻ ആദ്യം ഗരം മസാല ഇട്ടില്ലായിരുന്നേ. ഇത്തിരി ഗരം മസാല കേട്ടോ, ഒരു ടീസ്പൂണ് ചേർക്കും. 1 ടീസ്പൂൺ ഇല്ല. ചോറ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി, ഒത്തിരി കുത്തി ഇളക്കാതെ ഒത്തിരി നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ തന്നെ നമ്മുടെ സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇംഗ്ലീഷ് ഫ്രണ്ട്സ് അവർ നമ്മുടെ വീഡിയോ കാണാറുണ്ട്, കുക്കിംഗ് വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പം അന്നേരം അവരിത് കാണുമ്പോൾ നമ്മളോട് ഡെയിലി പറയും ഉണ്ടാക്കിക്കൊണ്ട് വരണം. എന്നോട് 2-3 മാസം കൊണ്ട് പറയുക. 2-3 മാസം അല്ല, അതിൽ മേളിലായി. ഇന്ന് അതിനൊരു തീരുമാനമാക്കും. അവർക്ക് മനസ്സിലാവും വീഡിയോയിൽ കാണുന്നതല്ല. രാജ് സൂപ്പർ ഷെഫാന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ 3 മാസം അവർക്കൊന്നും കിട്ടാതിരുന്നേ. ഇറക്കി മിക്സ് ചെയ്ത് വെക്കാം. നല്ല എടുക്കുമ്പോഴേക്കും ഒരു ഇത്തിരി ഇതാകുള്ളൂ. അവർക്ക് എരി പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നെയ്ച്ചോറിലോട്ട് മാറിയത്. പക്ഷെ ചിക്കൻ കറിക്ക് അത്യാവശ്യം എരിവ് കാണുമായിരിക്കും. എരിവ് അതിനോ ഞാൻ 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് മസാലയിൽ എരിവുണ്ടെങ്കിലേ ഉള്ളൂ. മറ്റേ ചിക്കൻ അതിലേക്ക് 5 കുറച്ച് ക്യാരറ്റും കൂടെ മോപ്പിച്ച് അതിനകത്ത് ചേർത്തിട്ട് കളർ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം എടുത്ത് സെറ്റാക്കി ഇതിൻ്റെ ബാഗിലാക്കി കൊണ്ടുപോകണം. നമ്മളവർക്ക് വേണ്ടി കുറച്ച് കോക്കക്കോളയും കുറച്ച് ചിപ്സും കുറച്ച് സലാഡൊക്കെ ഉണ്ടാക്കി, പപ്പടം ഉണ്ടാക്കി. അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാം. ഇച്ചിരി ലേറ്റായിപ്പോൾ പറഞ്ഞ സമയത്തിനേക്കാളും 6:30 ആയി. 5 അസ്തയിൽ വരെ പോയേക്കാണ്. നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് നോയലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മുടെ നയ ചേട്ടൻ്റെ മൂത്ത മോൻ 11 വയസ്സത്തേക്കാണ്. അപ്പം അവനൊരു കേക്ക് മേടിക്കാൻ പോയി കാണിച്ചു. നമ്മൾ അവിടെ നിന്നാണ് പെട്രോൾ അടിച്ചത് കേട്ടോ. നമ്മൾ സ്ഥിരം അടിക്കുന്ന അസ്തയിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് പെട്രോൾ അടിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ വന്നപ്പോൾ നോയലും ടീമുകളും കാണുന്നു, സാറയൊക്കെ കാണുന്നു. To you, happy birthday to you, happy birthday dear Noel,
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ എന്റെ രണ്ടാമത്തെ കേക്ക് മുറി. എനിക്കറിയത്തില്ല. പറയുന്നു ആന്റിക്ക് മധുരം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക് യു മൈ ഡിയർ വൈഫ്. നല്ല ഫുഡായിരുന്നു. ഇനി അവര് ശീലമാക്കുന്ന എനിക്കറിയത്തില്ല. നമ്മൾ കഴിക്കണം. സമയം അതല്ല, നമ്മൾ വൃത്തിയായി കഴിവാക്കി സെറ്റാക്കി കഴുകി സെറ്റാക്കിയിട്ട് കാണിച്ചു തരാവേ. എങ്ങനെയുണ്ടാ? ലാലേട്ടൻ എവർ ഗ്രീൻ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇംഗ്ലീഷുകാരെല്ലാം പറഞ്ഞ് അവർ സാധാരണ എരിവ് കഴിക്കാത്തതാണ്, കറി കഴിക്കാത്തതാണ്, എരിവുണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഇന്ന് അവർ കഴിച്ചു. ദാറ്റ്സ് എ ക്വാളിറ്റി ഓഫ് റെസിപ്പി. ഷെഫിന്റെ അല്ല, റെസിപ്പിയുടെയാണ്. അണ്ടർഗ്രൗണ്ടിൽ വന്നങ്ങ് നൈസായിട്ട് എന്റെ റെസിപ്പിയാന്നങ്ങ് പറയുക. ചുമ്മാ എന്റെ സ്വന്തം റെസിപ്പി, എന്റെ സ്വന്തം കുക്കിങ്, എന്റെ കയ്യിൽ. അപ്പൊ ഗായ്സ്, അടുത്ത വ്ലോഗിൽ കാണാം. ഇപ്പൊ ഇന്നെന്താ നമ്മള് നെയ്ച്ചോറ് വെച്ചു. കുക്ക് വീഡിയോ അല്ല, രാവിലെ തൊട്ട് എടുക്കൂലേ നമ്മള്. അതെല്ലാം മിക്സ് ചെയ്തിട്ട് ആടി സെറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് കൈപ്പൻസ്. ടാറ്റ പറ. ഗുഡ് നൈറ്റ് പറ. Good night. The sun's over there and the moon's over there. So the moon's here and the sun's there. Now. നാട്ടില് ഇന്ത്യയില് ഇപ്പൊ മോർണിംഗ് ആ, ഇവിടെ നൈറ്റാ. ഇന്ത്യയില് മോർണിംഗ് ആയിട്ടില്ല, മിഡ് നൈറ്റാ. Yeah, it's mid morning there. ഗുഡ് നൈറ്റ്. പപ്പടം, നെയ്ച്ചോറ്, ചിക്കൻ കറി. എൻജോയ്. താങ്ക് യു. അമ്മയ്ക്ക് താങ്ക് യു പറഞ്ഞേ.